പന്നിയിറച്ചിയെക്കുറിച്ചുള്ള വളരെ ഫിലോസഫിക്കലായ ഒരു ചർച്ചയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഒരു വീഡിയോ ഒരുപാട് ആളുകൾ എനിക്ക് അയച്ചു തന്നു. ഞാനത് കണ്ടപ്പോൾ എന്താണ് ഇതിൽ റിയാക്ട് ചെയ്യാൻ മാത്രമൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷെ ഒരുപാട് ആളുകൾ അയച്ചതുകൊണ്ട് ഞാനതൊന്ന് അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൽ പ്രധാനമായും വളരെ ഫിലോസഫിക്കലായ വളരെ ശാസ്ത്രീയമായ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ ജീവികൾക്കും ആ ജീവി എന്താണ് തിന്നേണ്ടത് എന്നുള്ളത് അവരുടെ ജെനറ്റിക്സിൽ തന്നെ അല്ലെങ്കിൽ ജീനോമിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വളരെ ശാസ്ത്രീയമായ ഒരു കാര്യം കൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. എല്ലാ ജീവിക്കും ആ ജീവിക്ക് കഴിക്കേണ്ട ഭക്ഷണം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാലോ. പശു പോയിട്ട് പുല്ല് തിന്നുമ്പോൾ ഏത് പുല്ല് തിന്നണം ഏത് പുല്ല് തിന്നണ്ടെന്ന് കൃത്യമായിട്ട് അറിയാം പശുവിന്. എല്ലാ ജീവിക്കും അറിയാം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയെടുത്ത കാര്യമാണ് പന്നി. ഇതൊക്കെ നമ്മുടെ ജീനോമിൽ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ എന്താ തിന്നണ്ടേന്നുള്ളത്. അപ്പോൾ പശുവിന് പുല്ല് തിന്നാം, അല്ലെങ്കിൽ ഓരോ ജീവിക്കും അതിനെന്ത് തിന്നണം എന്നുള്ളത് അവരുടെ ജീനോമിൽ ഉള്ളതുപോലെ മനുഷ്യനും അവൻ്റെ ജീനോമിൽ തന്നെ എന്തൊക്കെ തിന്നാൻ പറ്റൂല എന്നുള്ളതൊക്കെ ഉണ്ട്. അതുകൊണ്ട് മനുഷ്യൻ അവൻ തിന്നുന്നതെല്ലാം അവന് തിന്നാൻ പറ്റും, അല്ലെങ്കിൽ അവന് തിന്നാൻ തോന്നുന്നതെല്ലാം അവന് തിന്നാൻ പറ്റും. അതിൽ ഇന്നത് പറ്റൂല, ഇന്നത് പാടുണ്ട് പാടില്ല എന്നും പറയേണ്ട കാര്യമില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ ബേസിക്കലായ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ജെനറ്റിക്സിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ജീനിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. പക്ഷേ ഇദ്ദേഹം ഈ പറഞ്ഞല്ലോ, എല്ലാവരുടെയും ജീനിൽ തന്നെ അവർക്ക് തിന്നാൻ പറ്റുന്നത് എന്താണെന്ന് ഉണ്ട്, അത് മാത്രമേ അവർ തിന്നുള്ളൂ. പക്ഷേ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ ഇത് മറന്നുപോയി എന്ന് മാത്രമല്ല, ഇയാളുടെ അനുഭവം കൂട്ടിയിട്ട് വേറൊരു കാര്യം പറയുന്നുണ്ട്. അത് നിങ്ങളത് കേട്ടു. സകലമാന ജീവി കുഞ്ഞു കുട്ടികൾ തീട്ടം തിന്നു. നമ്മളൊക്കെ ചെറുപ്പത്തിൽ സൗസർ ഇടാണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പയറും കടലൊക്കെ തിന്നിട്ട് തിരിഞ്ഞ് ഇതിൻ്റെ കുട്ടികൾ തീട്ടുന്നുണ്ട് കണ്ടിട്ടില്ലേ? ഞാനും തിന്നിട്ടുണ്ട് 2 കഷ്ണം. ചെറിയ കുട്ടികൾ തീട്ടം തിന്നാറുണ്ട്, അല്ലെങ്കിൽ കാഷ്ടം തിന്നാറുണ്ട്. അതുപോലെ തന്നെ മൂപ്പരും 2 കഷ്ണം തിന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇത് ജീനോമിലുള്ളതാണോ? അപ്പോൾ മനുഷ്യൻ്റെ ജീനോമിൽ എന്തുണ്ട്? കാഷ്ടം, സ്വന്തം മലം തിന്നാമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ അത് തിന്നരുതെന്ന് പറയാൻ പാടുണ്ടോ? അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫിലോസഫിയൊക്കെ പറയാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. പക്ഷേ അതിൽ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ബേസ് ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നത് നല്ലതാണെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഒന്നാമതായി പറയട്ടെ, ഈ പറഞ്ഞത് ഒരു വലിയൊരു ബ്ലണ്ടറാണ്. ഓരോ മനുഷ്യനും അവൻ്റെ ജീനോമിൽ തന്നെ എല്ലാം ഉണ്ട്. ഇത് ജെനറ്റിക് ഡിറ്റർമിനിസം എന്നാണ് പറയുക. എന്താണോ ജീൻ അതുപോലെയാണ് മനുഷ്യൻ, അതുപോലെ മാത്രമേ ജീവിക്കാൻ സാധിക്കുള്ളൂ. ഇതൊക്കെ വളരെ മുമ്പേ ഔട്ട്ഡേറ്റഡ് ആയി പോയൊരു കാര്യമാണ്. നമ്മൾ 2025 ഇപ്പോഴും ഈ ശാസ്ത്രീയമായി ഔട്ട്ഡേറ്റഡ് ആയി പോയ കുറേ കാര്യങ്ങളും കൊണ്ട് നടക്കുന്നതിൽ ശരിയല്ല. അപ്പോൾ നമുക്ക് പിന്നെ നല്ല ബിരിയാണി ഉണ്ടാക്കാം, നല്ല പിന്നെ ഫ്രൈ ഉണ്ടാക്കാം, നല്ല ഒക്കെ ഉണ്ടാക്കാം, അതിലൊരു പ്രശ്നമൊന്നുമില്ല. ഒരുപാട് ബിരിയാണിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കിക്കോളൂ. പക്ഷേ ശാസ്ത്രമല്ലാത്തത് പറയരുത്, അല്ലെങ്കിൽ ശാസ്ത്രമല്ലാത്തത് ശാസ്ത്രത്തിൻ്റെ പേരിൽ പറയരുത്. ഇത് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ ഒരിക്കലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജെനറ്റിക് ഡിറ്റർമിനിസം എന്നുള്ളതല്ല, മറിച്ച് ജെനറ്റിക്സ് ആൻഡ് എപ്പിജെനറ്റിക് ഫാക്ടേഴ്സ് എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഏതൊരു വിഷയത്തിലും, നമ്മുടെ ഏത് ബിഹേവിയറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാറ്റിലും ജെനറ്റിക് ആൻഡ് എപ്പിജെനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ശാസ്ത്രം. ഓക്കെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ശാസ്ത്രം പോലും അതാണ്. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഇന്ന് ഇന്ത്യക്കാർ ഭയങ്കര ഇഷ്ടത്തോടു കൂടി കഴിക്കുന്ന പല ഭക്ഷണവും മറ്റ് പല ആളുകൾക്കും ഇഷ്ടപ്പെടില്ല. ഫിലിപ്പീൻകാർ കഴിക്കുന്ന പല ഭക്ഷണവും നമുക്ക് കണ്ടാൽ അറപ്പ് തോന്നും, അല്ലെങ്കിൽ ചൈനക്കാർ കഴിക്കുന്ന നമുക്ക് അറപ്പ് തോന്നും. എന്തേ കാരണം? എല്ലാവരുടെയും ജീന് അല്ലെങ്കിൽ ജീനോം വ്യത്യാസമായതുകൊണ്ടാണോ? അല്ല, മറിച്ച് ഒരു ബിഹേവിയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജെനറ്റിക് ആൻഡ് എപ്പിജെനറ്റിക് ഫാക്ടേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഉള്ളതൊക്കെ തിന്നാൻ തോന്നുന്ന അല്ലെങ്കിൽ തിന്നാൻ നമ്മുടെ മുന്നിലേക്ക് വരുന്ന എല്ലാം തിന്നാം എന്ന് പറയുന്നൊന്നും ഒരു കാര്യമില്ല. അത് ജീനിലില്ല. ഓക്കെ, എല്ലാം തിന്നോളൂ എന്ന് ജീനിലില്ല. എന്തെങ്കിലും തിന്നരുതെന്നും അങ്ങനെയൊന്നും അല്ല ജീനിലുള്ളത്. ജീൻ അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. ജെനറ്റിക്സും എപ്പിജെനറ്റിക്സും ഒക്കെ ഒന്ന് നന്നായി പഠിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൽ പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടല്ല ഇത്തരം വിഷയങ്ങൾ സംസാരിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ആരെയും ആക്ഷേപിച്ച് പറയുന്നല്ല. നമ്മളൊരു കാര്യം വളരെ വളരെ ആർജവത്തോടു കൂടിയും വളരെ ആത്മാഭിമാനത്തോടു കൂടിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ. അപ്പോൾ ഏതായാലും നമുക്കിനി ഈ വിഷയത്തിലേക്ക് വരാം. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിങ്ങൾ പന്നി കഴിക്കുന്നില്ല. ആയിക്കോട്ടെ, മുസ്ലിങ്ങൾ പന്നി കഴിക്കുന്നില്ല, അത് മൂപ്പർക്ക് അത് എത്ര പ്രശ്നം മനസ്സിലാകുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫാക്ച്വലായി എററായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് റിയാക്ട് ചെയ്തോളൂ. പക്ഷേ എന്തിനാണ് മുസ്ലിങ്ങൾ പന്നി കഴിക്കുന്നില്ല, അവർക്ക് റിലീജിയസ്ലി പ്രൊഹിബിറ്റഡ് ആണെന്ന് പറയുമ്പോൾ ഇത്ര ട്രിഗേർഡ് ആകേണ്ട ആവശ്യം എന്താ? പല ആളുകൾക്കും പലതും ചെയ്യാൻ തോന്നൂല, പലതും ചെയ്യും. അതൊക്കെ നിങ്ങളെന്തിനാണ് ട്രിഗേർഡ് ആകുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വളരെ മാന്യമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ സാധിക്കും. അങ്ങനെ ട്രിഗേർഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. മൂപ്പരാകെ ട്രിഗേർഡ് ആയിട്ട് ചോദിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, റിലീജിയസ് പ്രൊഹിബിഷനോ, എന്താണത്, ആരാണ് ഈ മുസ്ലിങ്ങൾ എന്നൊക്കെയാണ് മൂപ്പരുടെ ചോദ്യം. മുസ്ലിംസ് പന്നി കഴിക്കാത്തത് റിലീജിയസ് ആയിട്ടുള്ള പ്രൊഹിബിഷനാണ്. ആരാണ് ഈ മുസ്ലിം? മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ മറ്റേ മനുഷ്യനിലൊന്നും പെടാത്ത ഏതോ ഒരു സ്പീഷീസ്, നിയാൻഡർത്തൽസ്. ഹിന്ദു എന്ന് പറയുന്നത് ഹോമോസാപ്പിയൻ ആയിരിക്കാം. ഇനി ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഉറാങ്ങൂട്ടാൻ. അപ്പം മുസ്ലിങ്ങൾ ആരാണ്? അതാണ് വലിയൊരു ചോദ്യം. മുസ്ലിങ്ങൾ ആരാണ്? ഈ മുസ്ലിം എന്ന് പറഞ്ഞാൽ വേറെ സ്പീഷിയാണോ?
മൂപ്പരെ വിചാരം എന്ന് വെച്ചാൽ ഈ പിന്നെ വേറെ ഭക്ഷണം ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന വേറെ ഓരോ സ്പീഷീസ് ആണെന്നാണ്. പ്രിയപ്പെട്ട സുഹൃത്ത്, ഇത് ഇങ്ങനെ നല്ല വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഡസൻ വർക്ക് ലൈക്ക് ദാറ്റ് ബ്രോ. അത്രയും പറയാനുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ എന്താ വെച്ചാൽ ഞാൻ എൻട്രൻസ് എഴുതുന്ന കാലത്ത് നീറ്റിന് വന്നിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എന്താണ് സ്പീഷീസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതിൽ പിന്നെ ഒരു കറക്റ്റ് ആൻസർ ഉണ്ടായിരുന്നു. അതിൽ റോങ് ആൻസർ ആയിട്ട് കൊടുത്തത് കാര്യമാണ് അവരുടെ ഫുഡ് ഹാബിറ്റ്സ് എന്നുള്ളത്. ഫുഡ് ഹാബിറ്റ്സ് ഒരിക്കലും സ്പീഷിയായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഓക്കെ, അപ്പോൾ അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതോ കഴിക്കുന്നില്ല എന്നുള്ളതോ നല്ല സ്പീഷീസ് ആവുന്നതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. മാത്രമല്ല മൂപ്പരുടെ ഒരു ഇതെന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യർക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന കാര്യം ചില ആളുകൾ മാത്രം എന്താ കഴിക്കാതിരിക്കുന്നത്, അവർ വേറെ സ്പീഷി ആയതുകൊണ്ടോ? പ്രിയപ്പെട്ട സുഹൃത്തെ, ഇതിങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. അതായത് ചില ആളുകൾക്ക് ചിലത് കഴിക്കണ്ട എന്ന് തോന്നുന്നു, അതുകൊണ്ട് അവർ ആ സ്പീഷീൻ്റെ പുറത്താവുന്നില്ല. താങ്കൾ നിരന്തരമായി മദ്യം കഴിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ മദ്യം കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്ന് പറയുന്ന ആളാണ് എന്ന് വെച്ച് മദ്യം കഴിക്കാത്തവരൊക്കെ വേറൊരു സ്പീഷി ആവുമോ? മുസ്ലിങ്ങൾ അവർക്ക് പന്നി ഹറാമാണ് എന്ന് വെച്ചിട്ട് അവർ വേറെ സ്പീഷി ആവുമോ? ജൂതന്മാർ അവർക്ക് പന്നി കഴിക്കാൻ പറ്റൂല എന്ന് വെച്ച് അവർ വേറെ സ്പീഷി ആവുമോ? മറ്റ് പല ആളുകളും കഴിക്കുന്ന ഒട്ടകത്തിൻ്റെ ഇറച്ചി ജൂതന്മാർ കഴിക്കൂല എന്ന് വെച്ചാൽ അവർ വേറെ സ്പീഷി ആവുമോ? ഇങ്ങനെയാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. ചില ആളുകൾ ചിലത് കഴിക്കുന്നില്ല, ചിലത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചിലത് കൂടുതലായി ചെയ്യുന്നു. ഇതുകൊണ്ടൊന്നും വേറെ സ്പീഷി ആവില്ല. എല്ലാവരും മനുഷ്യന്മാരാണ്. എല്ലാവരും മനുഷ്യരായി കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് പറയാനുള്ളത്. എല്ലാവരും മനുഷ്യന്മാരാണ്. ആരെങ്കിലും എന്തെങ്കിലും കഴിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടോ കൂടുതൽ കഴിക്കുന്നു എന്നുള്ളത് കൊണ്ടൊന്നും അവർ മനുഷ്യരല്ലാതാവുന്നില്ല. അപ്പോൾ ആദ്യം അത്തരത്തിലുള്ള ചിന്താഗതിയൊക്കെ മാറ്റുക. ഞാൻ വിചാരിച്ചതുപോലെ ജീവിക്കുന്നവർ മാത്രമാണ് മനുഷ്യർ, എൻ്റെ ആശയങ്ങൾ പിൻപറ്റുന്നവർ മാത്രമാണ് മനുഷ്യർ എന്നല്ല ചിന്തിക്കേണ്ടത്. മറിച്ച് ഓക്കെ, താങ്കൾക്ക് പന്നിയിറച്ചി കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ താങ്കൾ കഴിച്ചോളൂ. അപ്പോൾ ആരും ഇവിടെ തടയാനും വന്നിട്ടില്ല. ഇവിടെ ബീഫ് കഴിക്കുന്നതിൻ്റെ പേരിൽ തല്ലിക്കൊല്ലുന്നത് പോലെ ഈ പന്നിയിറച്ചി കഴിച്ചതിൻ്റെ പേരിൽ തല്ലിക്കൊന്ന ഒരു കേസ് പോലും നമുക്കിവിടെ കാണാൻ സാധ്യമല്ല. കാരണം അത് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, നിങ്ങൾ കഴിച്ചോളൂ, അത് ഞങ്ങളുടെ ഒരു വിഷയമല്ല. ഞങ്ങൾ കഴിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. അതിൻ്റെ പേരിൽ ഇത്ര ട്രിഗേർഡ് ആവേണ്ട ആവശ്യം എന്താ? അങ്ങനെ ഒരാളെന്തെങ്കിലും ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ധാർമ്മികത പിൻപറ്റുന്നു, ഒരു മതം അനുശാസിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അവർ വേറെ സ്പീഷി ആവും. എല്ലാവരും മനുഷ്യന്മാരാണ് എന്നാദ്യം മനസ്സിലാക്കുക എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് പറയാനുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന ചോദ്യം എന്താ വെച്ചാൽ, ആരാണ് ഈ മുസ്ലിങ്ങൾ എന്നാണ്. ആരാണ് ഈ മുസ്ലിങ്ങൾ? ഇവർ വേറെന്തോ ആണോ? ഓക്കെ, സുഹൃത്തിൻ്റെ ഒരു ചോദ്യം വളരെ വാലിഡാണ്. എന്താണ് ഈ മുസ്ലിം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രിയപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കിയതുപോലെ അല്ല എന്ന് മനസ്സിലായല്ലോ. മുസ്ലിം എന്ന് പറഞ്ഞാൽ വേറെന്തോ ഒരു സ്പീഷിയാണ്, ഞങ്ങൾക്ക് മാത്രമായി വേറെന്തോ ഒന്നുണ്ട്. അങ്ങനെയല്ല ഞങ്ങൾ പറയുന്നത്. മറിച്ച് ഞങ്ങളും മനുഷ്യരാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ വേർതിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിം എന്ന പദത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ ഒരു പക്ഷേ സുഹൃത്തിന് ഈ തെറ്റിദ്ധാരണ മാറിയേക്കാം. മുസ്ലിം എന്ന് പറഞ്ഞാൽ സമർപ്പിച്ചവൻ എന്നാണ്, അല്ലെങ്കിൽ കീഴൊതുങ്ങിയവൻ, അല്ലെങ്കിൽ ദ വൺ ഹൂ സബ്മിറ്റഡ് എന്നാണ് ആ മുസ്ലിം എന്ന പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് ഈ സബ്മിഷൻ, എന്താണ് ഈ കീഴൊതുങ്ങൽ, എന്താണ് ഈ സബ്മിഷൻ എന്ന് പറയുന്നത്, സമർപ്പണം എന്ന് പറയുന്നത്? എന്തിന് സമർപ്പിക്കുന്ന കാര്യം പറയുന്നത്? അതായത് ഞങ്ങളുടെ വിശ്വാസം ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നുള്ളതാണ്. അതാണ് ലോജിക്കലായ ഒരു കാര്യവും. അതല്ല എന്ന് താങ്കൾക്ക് വാദമുണ്ടെങ്കിൽ താങ്കളുടെ അടുക്കളയിൽ നിന്ന് അതിൻ്റെ ഫിലോസഫിയും പറയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ, നമുക്ക് ലോജിക്കലി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ പ്രപഞ്ചം താനേ അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് നത്തിങ്നെസ്സിൽ നിന്നും എല്ലാം ഉണ്ടായി, എന്നിട്ട് ആ ഒരു കയോട്ടിക് ആയിട്ടുള്ള കാര്യം മൊത്തം, ആ റാൻഡംനെസ് മൊത്തം ഒരു വ്യവസ്ഥാപിതത്വത്തിലേക്ക് വഴിമാറി എന്നുള്ളതൊന്നും സാമാന്യ യുക്തി വെച്ചിട്ട് ചിന്തിച്ചാൽ ആർക്കും ബോധ്യപ്പെടില്ല. അപ്പോൾ ഇതിനൊക്കെ പിന്നിലൊരു സൃഷ്ടാവുണ്ട്, ഒരു ദൈവമുണ്ട് എന്നുള്ളത് മനുഷ്യബുദ്ധിയുടെ ഒരു തേട്ടാണ്. ഓക്കെ, താങ്കൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, താങ്കൾ ജെനറ്റിക്സ് ഒക്കെ പറയുന്ന ആളാണല്ലോ. അപ്പോൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി, മനുഷ്യൻ ബോൺ ബിലീവർ ആണോ അല്ലേ എന്നുള്ളത്. മനുഷ്യൻ്റെ അവൻ്റെ ജെനറ്റിക്സിൽ തന്നെ, അല്ലെങ്കിൽ അവൻ്റെ ജീനുകളിൽ തന്നെ ഒരു സൃഷ്ടാവിനെക്കുറിച്ചുള്ള ഒരു അറിവ് എഴുതപ്പെട്ടിട്ടുണ്ടോ? ഭക്ഷണം ഏതാ കഴിക്കേണ്ടതെന്നൊന്നും എന്തായാലും ജീനിലില്ല. പക്ഷേ സട്ടാവിനെക്കുറിച്ചുള്ള അറിവുണ്ടോ ഇല്ല എന്നൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുന്ന ആളാണല്ലോ, ഒന്ന് പരിശോധിച്ച് നോക്കുക. ബോൺ ബിലീവേഴ്സ് എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ കുറച്ച് പുസ്തകങ്ങളൊക്കെ കിട്ടും, കുറേ പഠനങ്ങളൊക്കെ കിട്ടും. അതൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഏതായാലും ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു സട്ടാവുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ സട്ടാവുണ്ട് എന്ന് മാത്രമല്ല, മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, മനുഷ്യൻ ഏത് തരത്തിൽ എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന കാര്യം ആ സൃഷ്ടാവ് ചില പ്രവാചകന്മാരിലൂടെ, ജീസസ്, മോസസ്, മുഹമ്മദ് നബി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അങ്ങനെയുള്ള കുറേ പ്രവാചകന്മാരിലൂടെ മനുഷ്യനിലേക്ക് അവൻ്റെ സട്ടാവിൻ്റെ സന്ദേശം ഇറക്കിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ ഇറക്കിയ സൃഷ്ടാവിൻ്റെ സന്ദേശത്തിന് കീഴൊതുങ്ങി, അഥവാ ആ സൃഷ്ടാവിന് കീഴൊതുങ്ങി ജീവിക്കുന്നവർക്ക് പറയുന്ന പേരാണ്
മുസ്ലിം. അത് വേറെ സ്പീഷി ഒന്നല്ല. ഹോമോസാപ്പിയൻസ് മുസ്ലിംസ് എന്ന് പറഞ്ഞിട്ട് വേറെ സ്പീഷീസ് ഒന്നും കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഞങ്ങളെല്ലാവരും മുസ്ലിങ്ങളാണ്, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും മനുഷ്യരാണ്, നിങ്ങളും മനുഷ്യരാണ്, എല്ലാവരും മനുഷ്യരാണ്. നിങ്ങൾ പോർക്ക് കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾ വേറെ സ്പീഷി ആകുന്നില്ല, ഞങ്ങൾ പോർക്ക് കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ സ്പീഷി ആകുന്നില്ല. ശബരിമലക്ക് മാലയിട്ടവർ പല ഭക്ഷണവും കഴിക്കൂല, അതുകൊണ്ട് അവർ വേറെ സ്പീഷി ആവുന്നില്ല. ജൂതന്മാർ വേറെ സ്പീഷി ആവുന്നില്ല. എല്ലാവരും മനുഷ്യരാണ്. പക്ഷേ ആ മനുഷ്യരിൽ സട്ടാവിനും പൂർണ്ണമായി കീഴൊതുങ്ങി ജീവിതം സമർപ്പിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അവർ സട്ടാവ് ചില കാര്യങ്ങൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കും, സട്ടാവ് ചെയ്യണമെന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്യും. അവർക്കാണ്, അങ്ങനെ സമർപ്പിച്ച് ജീവിക്കുന്നവർക്കാണ് മുസ്ലിം എന്ന് പറയുക. അതല്ലാതെ വേറെ തരത്തിലുള്ള വ്യത്യാസമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ് പാരസെറ്റമോൾ വേറെ ഉണ്ടോ എന്നൊക്കെ. നിങ്ങൾ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുസ്ലിംസിന് പാരസെറ്റമോൾ വേറെ ഉണ്ടോ? പാരസെറ്റമോൾ ഒന്നും വേറെ ഇല്ല. എല്ലാവരും മനുഷ്യരാണ്, യാതൊരു സംശയമില്ല. എല്ലാവരെയും പടച്ചവൻ സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യരായിട്ടാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ ആവർത്തിച്ച് യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. അതായത് നമ്മുടെ എല്ലാവരുടെയും, ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മതമുള്ളവൻ്റെയും ഇല്ലാത്തവൻ്റെയും എല്ലാവരുടെയും ആദിമ പിതാവും ആദിമ മാതാവും ഒരേ ആളാണ്. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒരു ഉമ്മാൻ്റെയും ഒരു ഉപ്പാൻ്റെയും അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെയും അമ്മൻ്റെയും മക്കളാണ് എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പാരസെറ്റമോളിൽ വ്യത്യാസമില്ല, ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വ്യത്യാസമില്ല, ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ വി ചൂസ് ടു സബ്മിറ്റ്. ചില ആളുകൾ എന്ത് ചെയ്യുന്നു, ഇതിൽപ്പെട്ട ഈ മനുഷ്യരിൽ ചില ആളുകൾ ദൈവത്തിന് സബ്മിറ്റ് ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ദാറ്റ്സ് ദ ഓൺലി ഡിഫറൻസ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശ്നത്തിലേക്ക് വരികയാണ്. മുസ്ലിങ്ങൾക്ക് പന്നി ഹറാമാണ്. അപ്പോൾ പന്നി ഹറാമാണെന്ന് പറയുമ്പോൾ മൂപ്പര് ചെയ്യുന്നതെന്ന് വെച്ചാൽ, മൂപ്പര് പ്രധാനപ്പെട്ട ഒരു $1 മില്യൺ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വെച്ചാൽ, കഴിക്കരുത് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്കും ആ പ്രശ്നമുണ്ടോ എന്ന് നോക്കണ്ടേന്നാണ് മൂപ്പരുടെ വാദം. നിങ്ങൾ ഈ ഒരു ഭക്ഷണം വേണ്ട എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കഴിക്കരുത് എന്ന് പറയുമ്പോൾ മറ്റുള്ള ആൾക്കാർക്കും ആ പ്രശ്നം ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ നോക്കണമല്ലോ. ഓക്കെ, ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അടിസ്ഥാനപരമായി കാര്യങ്ങൾ മനസ്സിലാക്കാത്തതിൻ്റെ ഒരു പ്രശ്നമുള്ളത്. എന്നുവെച്ചാൽ മുസ്ലിങ്ങൾ, ആദ്യം സുഹൃത്ത് മനസ്സിലാക്കുക, മുസ്ലിങ്ങൾ പന്നി കഴിക്കാത്തത് എന്തെങ്കിലും രോഗമുണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും, പാരസൈറ്റുകൾ ഉണ്ടാകും, മൈക്രോബ്സ് കൂടുതലാണ്, ഫാറ്റ് കൂടുതലാണ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ പേരിലൊന്നുമല്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കുക, ഇതിൻ്റെ പേരിലൊന്നുമല്ല. ഞങ്ങൾ പന്നി ഇറച്ചി കഴിക്കാത്തത് ഞങ്ങളുടെ സ്രട്ടാവ് പന്നി ഇറച്ചി കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. ഏതുപോലെ ഞങ്ങൾക്ക് മദ്യം ഹറാമാണ്. താങ്കൾ കഴിക്കുന്ന ഒരാളാണ്, മദ്യം കഴിക്കുന്ന ഒരാളാണ്, പക്ഷേ ഞങ്ങൾക്ക് മദ്യം ഹറാമാണ്. ഞങ്ങൾ മദ്യം കഴിക്കില്ല, ചെറിയ അളവിൽ പോലും ഞങ്ങൾ ലഹരി ഉപയോഗിക്കില്ല, ഒരു തരത്തിലുള്ള ലഹരിയും ഞങ്ങൾ ഉപയോഗിക്കില്ല. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം ശരിയാണ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ മദ്യം കഴിച്ചാൽ അതുകൊണ്ട് ലിവർ സിറോസ് ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും, ഒരുപാട് പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ശരിയാണ്. പക്ഷേ ഞങ്ങൾ അടിസ്ഥാനപരമായി മദ്യം കഴിക്കാത്തത് ഈ പറഞ്ഞ കാരണങ്ങളൊന്നുമല്ല. അടിസ്ഥാനപരമായ കാരണം, അതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ കാരണം ഞങ്ങളെ സൃഷ്ടിച്ച സ്രട്ടാവ് മദ്യം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതിൻ്റെ കാരണം എന്താ? ഞങ്ങൾ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ, ഓക്കെ, നമുക്കിപ്പം ഒരുപാട് മദ്യത്തിൻ്റെ ഹാംഫുൾ എഫക്ട്സ് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നത് വെച്ചാൽ ഈ ഹാംഫുൾ എഫക്ട്സ് ഒക്കെ ശാസ്ത്രം കണ്ടുപിടിക്കുന്നതിന് മുമ്പേ 1400 വർഷമായി മുസ്ലിങ്ങൾ മദ്യം തൊടില്ല. അതിൻ്റെ കാരണം എന്താ? മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്, ഓക്കെ, ഞങ്ങൾക്കിപ്പം കുറച്ച് കഴിഞ്ഞാൽ ശാസ്ത്രം മദ്യത്തിൻ്റെ ഹാംഫുൾ എഫക്ട്സ് കണ്ടെത്തിയിട്ടുണ്ടാവില്ല, എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഞങ്ങളെ സൃഷ്ടിച്ച, ഞങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന, ഞങ്ങളുടെ ശരീരത്തെ സൃഷ്ടിച്ച, ഞങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സൃഷ്ടാവ് പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് പാടില്ല എന്ന്. അത് ആത്യന്തികമായി ഇഹപര ജീവിതത്തിൽ ഞങ്ങൾക്കത് നല്ലതല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓക്കെ, അതിൻ്റെ സൈഡായിട്ട് ചിലപ്പോൾ അതിൻ്റെ കുറേ ഹാംഫുൾ എഫക്ട്സ് ഒക്കെ ഉണ്ടായേക്കാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഞങ്ങളെ സൃഷ്ടിച്ച എല്ലാം അറിയുന്ന ഞങ്ങളുടെ ബുദ്ധിക്കും ചിന്തക്കൊക്കെ പരിമിതി ഉണ്ട് എന്നാണ് ഞങ്ങളെ വിശ്വാസം. താങ്കൾക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. താങ്കൾ എല്ലാം തികഞ്ഞവരാണെന്ന് ആരും പറയൂലല്ലോ. പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കുന്നത് മനുഷ്യൻ്റെ ചിന്തക്കും ബുദ്ധിക്കും കണ്ടെത്തലുകൾക്കും ആലോചനകൾക്കും എല്ലാം പരിമിതികളുണ്ട്. ചിലത് നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ മനസ്സിലാക്കും, ചിലത് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് എല്ലാം അറിയുന്ന ഒരു സൃഷ്ടാവ് ഞങ്ങളോട് ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ആത്യന്തികമായി നന്മ. ആ കാര്യം ചെയ്യാതിരിക്കലാണ് ആത്യന്തികമായി നന്മ. ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിന്മയാണ് എന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ടാണ് ഞങ്ങൾ പന്നി ഇറച്ചി കഴിക്കരുത്. ഓക്കെ, നമ്മളിപ്പം ശാസ്ത്രം പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ വേറെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, ഒക്കെ ഉണ്ടായിക്കോട്ടെ, അത് ഉണ്ടാവാം. ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വലിയൊരു പോർഷൻ ഓഫ് വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള എന്താ വെച്ചാൽ പിന്നെ ഗൂഗിൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് അവിടെ അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ശാസ്ത്രം എപ്പോഴും ഒരുപാട് അഭിപ്രായങ്ങൾ ശാസ്ത്രത്തിലുണ്ടാവും. ഏതൊരു വിഷയം എടുത്ത് നോക്കിയാലും പലതരത്തിലുള്ള എവിഡൻസുകൾ, അതിന് സപ്പോർട്ടീവായിട്ടുള്ളതും കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള എവിഡൻസസ് ശാസ്ത്രത്തിലുണ്ടാവും.
അതിങ്ങനെ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ടല്ല ഒരു കാര്യം തീർപ്പാകുന്നത്. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ശാസ്ത്രത്തിലൊരു അൾട്ടിമേറ്റ് വേർഡ് ഇല്ല എന്നുള്ളതാണ്. എല്ലാം തീർന്നു, പന്നി കഴിക്കാം, അല്ലെങ്കിൽ പന്നി കഴിച്ചുകൂടാ, അല്ലെങ്കിൽ ബീഫ് കഴിക്കാം കഴിച്ചുകൂടാ, ഇങ്ങനെ പറഞ്ഞിട്ടൊരു മോറൽ ജഡ്ജ്മെൻറ്റ് കൊടുക്കുന്ന ഒരു അതോറിറ്റി അല്ല ശാസ്ത്രം. ശാസ്ത്രം പറയുന്നത് വെച്ചാൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഇന്ന ഗുണങ്ങൾ ഉണ്ടാവാം എന്ന രൂപത്തിലാണ് ശാസ്ത്രം വർക്ക് ചെയ്യുക. അല്ലാതെ സുഹൃത്ത് പറയുന്നത് പോലെ എല്ലാം ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് പന്നി കഴിക്കാൻ പറ്റുമോ, പറ്റും, ഓക്കെ കഴിഞ്ഞു, അങ്ങനെയാണോ? അല്ലെങ്കിൽ പന്നി ഇങ്ങനെ കഴിച്ചാൽ പ്രശ്നമുണ്ടോ? അപ്പോൾ സുഹൃത്ത് ഗൂഗിൾ ചെയ്യുന്നത് പോലെ നമുക്ക് വേണമെങ്കിൽ വേറെയും ഗൂഗിൾ ചെയ്യാൻ. ഞാനിപ്പോൾ ജസ്റ്റ് സുഹൃത്തിന് മനസ്സിലാൻ വേണ്ടി മാത്രം കേട്ടോ. ഈസ് ദ മോർ നമ്പർ ഓഫ് പാരസൈറ്റ്സ് ഇൻ പോർക്ക് ദാൻ ഇൻ ബീഫ് ഓർ ചിക്കൻ. ബീഫിലും ചിക്കനും ഉള്ളതിനേക്കാൾ കൂടുതൽ പാരസൈറ്റുകൾ പോർക്കിലുണ്ടോ? ഇത് എൻ്റെ ഒരു വേ ഓഫ് സെർച്ചിങ് ആണ്. അപ്പോൾ ഗൂഗിൾ പറയുന്നത് എന്താ വെച്ചാൽ യെസ്, ജനറലി ഹാസ് എ ഹയർ പൊട്ടൻഷ്യൽ ഫോർ പാരസൈറ്റ്സ് കമ്പയർഡ് ടു ബീഫ് ഓർ ചിക്കൻ. ബീഫിനെയും ചിക്കനെയും കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ പോർക്കിൽ കൂടുതൽ പാരസൈറ്റ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ആൻസേഴ്സ് കിട്ടും അല്ലേ? അപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല ധാർമ്മികത, അല്ലെങ്കിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യം അങ്ങനെ തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ബേസിക്കലി മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇങ്ങനെ പാരസൈറ്റുകൾ കൂടുതലുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ ഫാറ്റ് കൂടുതലുണ്ട്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ടാവും, അതൊക്കെ പിന്നെ മാറ്റർ ഓഫ് ഡിബേറ്റ് അല്ലേ? അതിനെക്കുറിച്ചൊക്കെ ചർച്ചകൾ നടക്കട്ടെ, ശാസ്ത്രലോകത്ത് അതിൻ്റെ ചർച്ചകൾ നടക്കട്ടെ. പക്ഷെ ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ അടിസ്ഥാനപരമായി പോർക്ക് കഴിക്കാത്തത് ഈ ശാസ്ത്രം ഇങ്ങനെ ഇന്ന പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടോ ഇന്ന പ്രശ്നം ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നുമല്ല. ഞങ്ങൾ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്നത് ഞങ്ങളെ സൃഷ്ടിച്ച, ഞങ്ങളെ ഏറ്റവും കൂടുതൽ അറിയുന്ന, ഞങ്ങൾക്ക് എന്താണ് നന്മ എന്ന് ഏറ്റവും കൂടുതൽ അറിയുന്ന, ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പടച്ചവൻ അത് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പടച്ചവനുള്ള സമർപ്പണത്തിൻ്റെ ഭാഗമായി ഞങ്ങളത് ഒഴിവാക്കുന്നു. ഇനി ഇതിപ്പോൾ ഡയറക്റ്റ് ഹാം മനസ്സിലായില്ല എന്ന് വിചാരിക്കുക, ആയിക്കോട്ടെ, പോർക്കിന് ഒരു പ്രശ്നമില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ആ ഒരു വാദത്തിന് വേണ്ടി സമ്മതിച്ചിട്ടാണ്, പോർക്കിനൊരു പ്രശ്നമില്ല. എങ്കിൽ പോലും ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളെ സൃഷ്ടിച്ച സട്ടാവ് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സട്ടാവിനുള്ള സമർപ്പണത്തിൻ്റെ ഭാഗമായി ഞങ്ങളത് ഒഴിവാക്കും. ഏതുപോലെ മുസ്ലിം ആയിട്ടുള്ള പുരുഷന്മാർക്ക് സ്വർണം ധരിക്കാൻ പാടില്ല. സുഹൃത്തിനെ അറിയാമെന്ന് വിചാരിക്കുന്നു. മുസ്ലിങ്ങൾക്ക് സ്വർണം ധരിക്കാൻ പാടില്ല, സ്ത്രീകൾക്ക് സ്വർണം ധരിക്കാൻ ഞങ്ങൾക്ക് ധരിച്ചുകൂടാ. അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിക്കുകയാണ്, സ്വർണം ധരിച്ചാൽ എന്താണ്, ശാസ്ത്രീയമായി വല്ല പ്രശ്നമുണ്ടോ? ഗൂഗിൾ സെർച്ച് ചെയ്യുന്നു, പ്രശ്നം ശാസ്ത്രീയമായി പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയാണോ? അല്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ആ സ്വർണം ധരിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ലോ എന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെ സട്ടാവ് ഒരു കൽപ്പന പറഞ്ഞിട്ടുണ്ട്, അതിന് സമർപ്പിക്കുക. അതിനാണ് മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ. അത് ഞാൻ സമർപ്പിക്കുന്നു, അതൊരു വിനയത്തിൻ്റെ ഭാഗമാണ്. എന്നെ സൃഷ്ടിച്ച എൻ്റെ സട്ടാവ് എന്നോടൊരു കാര്യം കൽപ്പിച്ചാൽ അതിന് വരും വരായികൾ ഉണ്ടാവാൻ ഇല്ലാതിരിക്കാം, അതിന് ഞാൻ സമർപ്പിക്കുന്നു. ഇതാണ് മുസ്ലിങ്ങൾ ചെയ്യുന്നത്. മുസ്ലിങ്ങൾ പല കാര്യങ്ങളും ഹറാമാണ് ഹലാലാണെന്ന് പറയുന്ന പല കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെയൊക്കെ വരും വരായികളെ നോക്കിയിട്ടല്ല, മറിച്ച് ഏറ്റവും എല്ലാം അറിയുന്ന, ഞങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന പടച്ചവനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിനുള്ള സമർപ്പണം എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പ്രിയപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കുക. പിന്നെ വലിയ അടുക്കള ഫിലോസഫിയിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആയിക്കോട്ടെ, ചോദ്യങ്ങളൊക്കെ നല്ലതാണ്, നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം, കൂടുതൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് വെച്ചാൽ, പുള്ളി പന്നി ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ മനസ്സിലായി പന്നി പ്രശ്നമാണ് എന്നാണ്. ഈ ദൈവം പന്നിയെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ അത് പ്രശ്നമാണെന്ന് മനസ്സിലായി എന്നാണ്. നമുക്ക് പന്നി കഴിച്ചപ്പോൾ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്, നമുക്ക് ശരീരത്തിലേക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, അത് കിട്ടി. അപ്പോഴേക്കും മറ്റൊന്ന് തിരിച്ചറിഞ്ഞു, അയ്യോ പന്നി കഴിച്ചാൽ കുഴപ്പമാണ്. അപ്പോൾ ദൈവം ഉണ്ടാക്കി, ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്, പന്നിയെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടപ്പോൾ, ആരോഗ്യപരമായിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ കണ്ടപ്പോൾ ആ ദൈവത്തിന് തോന്നി ഇത് പാടില്ല എന്ന്. അപ്പോൾ ദൈവം ഉണ്ടാക്കിയതിന് എല്ലാത്തിനും കഴിക്കാനാണോ? എന്താണ് ഈ പറയുന്നത്? എന്താണ് പ്രിയപ്പെട്ട സുഹൃത്തിന് മനസ്സിലാകാത്തതാണോ? അപ്പോൾ ഈ പറയുന്ന ഇതേ ലോകത്ത് തന്നെയാണ്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ തന്നെയാണ് കഞ്ചാവ് ചെടിയുള്ളത്. അപ്പോൾ പടച്ചോൻ കഞ്ചാവ് ചെടി ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അതും തിന്നോളൂ, അതും കഴിച്ചോളൂ എന്നാണോ? എനിക്കറിയില്ല കേട്ടോ, ഒരു ലിബറൽ അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദ ടൈപ്പൊക്കെ ആയതുകൊണ്ട് എന്താണ് വാദം എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണോ? എനിക്ക് കഞ്ചാവ് അടക്കാൻ പറ്റുന്നതാണെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ് പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഏതായാലും കഞ്ചാവ് ഇവിടെ ഉണ്ട്, അപ്പോൾ കഞ്ചാവ് ഉപയോഗിക്കാൻ പറ്റുമോ? പടച്ചവൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ പടച്ചവൻ സൃഷ്ടിച്ചിട്ടുണ്ട്, ആ സൃഷ്ടിച്ച പടച്ചവൻ തന്നെ ചില കാര്യങ്ങൾ ചെയ്യരുതെന്നും ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുന്നുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ പടച്ചവൻ്റെ കൽപ്പനകൾക്ക് സമർപ്പണം ഉണ്ടോ ഇല്ലേ എന്ന പരീക്ഷണമാണ് ഈ ലോക ജീവിതം എന്ന് പറയുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്? ഇവിടെ കള്ളുണ്ട്, കള്ള് പടച്ചോൻ്റെ ദുനിയാവിലുള്ളതാണല്ലോ, അതുകൊണ്ട് കള്ള് കുടിക്കാം. കഞ്ചാവ് ചെടിയുണ്ട്, പടച്ചോൻ്റെ ദുനിയാവിലുള്ള കഞ്ചാവാണല്ലോ, അതുകൊണ്ട് അത് ഉപയോഗിക്കാം. പന്നിയുണ്ട്, അത് പടച്ചോൻ്റെ ദുനിയാവിലുള്ളതാണ്. ഇങ്ങനെയല്ല മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നത് എന്നെങ്കിലും മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ്. പിന്നെ അടുത്തൊരു ചോദ്യം എന്താ വെച്ചാൽ, പിന്നെ ഇത് കുറച്ചാളുകളോട് മാത്രം ദൈവം ഇത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു എന്നാണ്. അതെ, ഒരു കുറച്ച് ആൾക്കാരോട് ഇതൊക്കെ പറയണേ, മുഴുവൻ ആൾക്കാരോട് പറയണില്ലേ, കുറച്ച് ആൾക്കാരോട് എന്നിട്ട് പറയാണ് പന്നി കഴിക്കരുത്, പന്നി കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് കാരണമായിരിക്കാം
അപ്പം നമ്മളോട് കുറച്ച് ആൾക്കാർ പറഞ്ഞു നമ്മൾ പന്നി തീറ്റ നിർത്തി. ഇവിടെയാണ് സുഹൃത്ത് ഈ മതങ്ങളെ സ്പീഷീസ് ആക്കി മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം. അതായത് അദ്ദേഹം മനസ്സിലാക്കുന്നത് വെച്ചാൽ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞൊരു പ്രത്യേക വർഗ്ഗമുണ്ട്. ആ വർഗ്ഗത്തോട് എന്ത് ചെയ്യാണ് ദൈവം പറയുകയാണെന്ത്, നിങ്ങൾ പന്നി കഴിക്കാൻ പാടില്ല, ബാക്കിയുള്ളവരൊക്കെ പന്നി കഴിച്ചിട്ട് അങ്ങോട്ട് നശിച്ചു പോയിക്കോട്ടെ. അങ്ങനെയല്ല പ്രിയപ്പെട്ട സുഹൃത്തെ, അങ്ങനെയല്ല. മറിച്ച് ഇന്ന ഹദൈന ഹുസബീല ഇമ്മാ ഷാക്കിറം വ ഇമ്മാ കഫൂറ. ഖുർആനിൽ പറയുന്നത് വെച്ചാൽ എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ഈ സന്മാർഗം ദൈവം അവതരിപ്പിച്ചിട്ടുള്ളത്. ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആ സന്മാർഗം വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ തിരസ്കരിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ മുമ്പിലുള്ള ഒരു ചോയ്സാണത്. എന്ത്? ദൈവത്തിൻ്റെ ഒരു കൽപ്പന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്മാർഗം ഇവിടെ ഉണ്ട്, ദൈവത്തിൽ നിന്ന് അവതരിക്കപ്പെട്ട സന്മാർഗം ഇവിടെ ഉണ്ട്. അത് താങ്കൾക്ക് നന്ദിയുള്ളവനാണെങ്കിൽ, ദൈവത്തിന് നന്ദിയുള്ളവനാണെങ്കിൽ താങ്കൾക്ക് അത് സ്വീകരിക്കാം. ഇമ്മാ കഫൂറ, നന്ദി കെട്ടവനാണെങ്കിൽ ആ സന്മാർഗം അതിൽ നിന്നും വിട്ടുതിരിഞ്ഞ് അതിൽ നിന്നും പിന്തിരിഞ്ഞ് സുഹൃത്തിന് പോവുകയും ചെയ്യാം. ഇത് എല്ലാവർക്കുള്ള കൽപ്പനയാണ്. മുസ്ലിങ്ങളോട് മാത്രമായി ഒരു കുലദൈവം എന്ന നിലക്ക് മുസ്ലിങ്ങളോട് മാത്രം, നിങ്ങൾ മാത്രം, വേറെ ആരോടും പറയണ്ട കേട്ടോ, നിങ്ങൾ മാത്രം പന്നി കഴിക്കണ്ട, മുസ്ലിങ്ങളോടും ജൂതന്മാരോടും മാത്രം. ദൈവം ഇങ്ങനെ മുസ്ലിങ്ങൾ ജൂതന്മാർ അവരുടെ ചെവിയിൽ പോയിട്ട് ആരും അറിയാതെ പന്നി കഴിക്കേണ്ടതും അങ്ങനെയല്ല. മറിച്ച് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ്, ഒരു ദൈവിക ദർശനം മനുഷ്യനെ അവതരിപ്പിച്ചു കൊടുത്തു. അതിൽ പല കാര്യങ്ങളുണ്ട്. ചിലത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പാടുള്ള കാര്യങ്ങളുണ്ട്, നിർബന്ധമായും ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ട്, ചെയ്താൽ നല്ലതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ പിന്നെ അവൻ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ള പരീക്ഷണമാണ്. അത് എല്ലാവർക്കുമുള്ള പരീക്ഷണമാണ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനുമുള്ള പരീക്ഷണമാണ്. അല്ലാതെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ വേറൊരു വർഗ്ഗത്തിന് മാത്രമുള്ള പരീക്ഷണമല്ല, എല്ലാ മനുഷ്യർക്കുള്ള പരീക്ഷണമാണ്. അപ്പോൾ ആ പരീക്ഷണത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എങ്ങനെ പ്രതികരിക്കുന്നു, ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന ഒരു പരീക്ഷണമാണ് ഈ ഇഹലോക ജീവിതം എന്ന് മനസ്സിലാക്കുക. അപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ഇങ്ങനെ ഒന്ന് എന്തൊക്കെ കേൾക്കുന്നു, മുസ്ലിങ്ങൾക്ക് പന്നി ഹറാമാണ്, അപ്പം തന്നെ ഗൂഗിൾ എടുക്കുന്നു, സെർച്ച് ചെയ്യുന്നു, ChatGPT എടുക്കുന്നു. അങ്ങനെയല്ല വേണ്ടത്. കുറച്ചൊക്കെ ഒന്ന് ശാന്തമാവുക, എന്നിട്ടൊന്ന് കാര്യം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്താണ് മതം, എന്താണ് മതം പറയുന്നത്, എന്താണ് ദൈവം, ദൈവത്തിൻ്റെ കൽപ്പനകൾ എങ്ങനെയാണ് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്, മതവിശ്വാസികൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നൊക്കെ കുറച്ചൊക്കെ ഒരു സഹിഷ്ണുതയോടുകൂടി കുറച്ചൊക്കെ ഒന്ന് ശാന്തമായി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ അവിടെയാണ് മനുഷ്യനെ മനസ്സിലാക്കുന്നിടത്ത് തന്നെ പ്രശ്നമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഈ പറഞ്ഞ മതം അല്ലെങ്കിൽ ദൈവത്തിനെ മനസ്സിലാക്കുന്നിടത്ത് മാത്രമല്ല പ്രശ്നമുള്ളത്, അടിസ്ഥാനപരമായി മനുഷ്യനെ മനസ്സിലാക്കുന്നിടത്ത് തന്നെ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് സുഹൃത്ത് ജീനോമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. മറ്റു പല മൃഗങ്ങളെയും പോലെയല്ല മനുഷ്യൻ. നേരത്തെ പറഞ്ഞല്ലോ, പശുവിന് പുല്ല് തിന്നും, അല്ലെങ്കിൽ ഒരു പശുക്കുട്ടി പെട്ടെന്ന് തന്നെ അതിന് വേണ്ട എന്താണെന്നുള്ളവർക്ക് അതിനനുസരിച്ച് അത് ജീവിച്ചു പോകും. എല്ലാവരും അവരുടെ പ്രകൃതം അനുസരിച്ച് ജീവിച്ചു പോകും. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നേച്ചർ മാത്രമല്ല നേച്ചറും പ്രധാനമാണ്. മനുഷ്യന് അവൻ്റെ നേച്ചർ മാത്രമല്ല നേച്ചറും പ്രധാനമാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്ത് പിന്നെ കാഷ്ടം തിന്നത്. കാരണം ഒരു മനുഷ്യക്കുട്ടിയുടെ മുമ്പിൽ അവൻ്റെ കാഷ്ടവും അവൻ്റെ ഭക്ഷണവും വെച്ചാൽ അത് രണ്ടും അവൻ കഴിച്ചു എന്ന് വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ ഇന്നത് കഴിക്കാൻ പാടില്ല, ഇന്നത് കഴിക്കേണ്ടതാണ് എന്ന ഒരു ഗൈഡൻസ് അവന് ആവശ്യമാണ്. അല്ലെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്ത് ചെയ്തതുപോലെ ഈ മലം തിന്ന് ജീവിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയല്ല മോനെ, അങ്ങനെ അത് തിന്നേണ്ടതല്ല, ഇത് തിന്നേണ്ടതാണ്, ഇന്നത് ശരിയല്ല, ഇന്നത് തെറ്റാണ്, ഇന്നത് ചെയ്യാൻ പാടുള്ളതാണ്, ഇന്നത് ചെയ്താൽ നല്ലതാണ്, പാവപ്പെട്ടവരെ സഹായിക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് തിന്മയാണ്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ എന്ത് ചെയ്യണം? മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് സാമൂഹികമായി ഒരുപാട് തരത്തിലുള്ള സംവിധാനങ്ങൾ അതിനുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് ഏറ്റവും നല്ല നേച്ചർ, ഏറ്റവും മികച്ച ഗൈഡൻസ് നമ്മെ സൃഷ്ടിച്ച, നമ്മളെ ഏറ്റവും കൂടുതൽ അറിയുന്ന പടച്ചവനാണ് തരാൻ സാധിക്കുക. ഇതാണ് മതം പറയുന്നത്. ആ മതത്തിൻ്റെ സന്ദേശങ്ങളെക്കുറിച്ച് ആ ഒരു വൈരാഗ്യവും അതുപോലെ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാകും. പിന്നെ സുഹൃത്തിന് പെട്ടെന്ന് കലണ്ടർ ഓർമ്മ വന്നു, 2025 ആയില്ലേ എന്നുള്ളത്. എന്തിനാ പന്നി നിന്നോ? അതാണ് പ്രശ്നം. അല്ല, 2025 ഇതൊക്കെ പറഞ്ഞു കിടക്കുന്നത്. എന്ത് ന്യായത്തിൻ്റെ പുറത്താണ്? ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത്, ഒരു റിലീജിയനും ഭക്ഷണത്തിൽ കൈ കടത്തരുത്. അപ്പോൾ 2025 ആയിട്ടുണ്ട്, അതുകൊണ്ട് ഇതൊന്നും പറയാൻ പാടില്ല, 2025 ആയാൽ മതകൽപ്പനകളെക്കുറിച്ചൊന്നും മിണ്ടാൻ പാടില്ല, അങ്ങനെയൊന്നും ഇല്ല സുഹൃത്തെ. 2025 ആയാലും മനുഷ്യൻ തന്നെയാണ്. അവന് ധാർമ്മികത, അവൻ്റെ ധാർമ്മികതയും അവൻ്റെ സംസ്കാരവുമെല്ലാം അതിൽ വ്യത്യാസമൊന്നുമില്ല. 2025 ആണെങ്കിലും 1925 ആണെങ്കിലും ഒരാളെ കൊല്ലുക എന്ന് പറയുന്നൊരു കാര്യം 1925 തെറ്റാണെങ്കിൽ ഇന്നും തെറ്റാണ്. അതിൽ മൂല്യങ്ങൾ ഇങ്ങനെ കാലത്തിനനുസരിച്ച് മാറും എന്നുള്ളതൊക്കെ സുഹൃത്തിൻ്റെ തെറ്റിദ്ധാരണകളാണ്. കുറച്ചുകൂടി ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇങ്ങനെ കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് മനുഷ്യൻ കൂടുതൽ ധാർമ്മികനാകും, അല്ലേ? ഈ അപ്പീൽ ടു നോവൽറ്റി ഫാലസിയൊക്കെ മാറ്റിവെക്കേണ്ട സമയമായി. അപ്പോൾ ഏതായാലും അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. കാലം മാറുന്നതിനനുസരിച്ച് ഇത്തരത്തിലുള്ള ബ്ലണ്ടറുകൾ പറയുന്നത് ഒഴിവാക്കുന്നത് നല്ലതാണ്. പക്ഷേ കാലം മുന്നോട്ട് പോയി എന്ന് വിചാരിച്ച് മനുഷ്യനല്ലാതാവുന്നില്ല. മനുഷ്യന് ഗൈഡൻസ് ആവശ്യമാണ് എന്ന അടിസ്ഥാനപരമായ കാര്യം അവിടെ നെഗേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന്
മനസ്സിലാക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് വളരെ വലിയ തെറ്റിദ്ധാരണകളും അതുപോലെ തന്നെ ധാരണയില്ലായ്മയും മതത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും സുഹൃത്തിനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.